ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ്, പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഇന്ന് 4ാം പെരുന്നാളാണ് കേട്ടോ. ഞങ്ങൾ പെരുന്നാളിൻ്റെ വീഡിയോ ഞങ്ങൾ ഫുള്ള് എടുത്ത് വെച്ചിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അത് നമ്മളെ അടുത്തുനിന്ന് ഒഴിവായി പോയിട്ടോ. ഗാലറിയിൽ നിന്ന് ഒഴിവായിപ്പോയി. 1.5 മണിക്കൂർ അങ്ങനെ എന്തായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് ഒഴിവായി പോയിട്ടോ. നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു, ഒഴിവായിപ്പോയി. അപ്പം എന്താ, നമ്മളിപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ എടുത്തിട്ടായിരുന്നു. ഈ പെരുന്നാളിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ച ഒരു അടിപൊളിയിലെടുത്തായിരുന്നു. പക്ഷേ ഗാലറിയിൽ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ടൂർ പോവുകയാണ് ഗൈസ്. ടൂർ പോവുകയാണ് കേട്ടോ. മലമ്പുഴേക്കാണ് കേട്ടോ പോണത്. പെരുന്നാൾ ടൂറാണ്, വേറെ ഒന്നല്ല, പെരുന്നാൾ ടൂറാണ് കേട്ടോ. അപ്പോൾ ഇപ്പച്ചൊക്കെ നല്ല ടൂറ് പോയി വന്നിട്ടുണ്ട്. നമ്മൾ മലമ്പുഴയ്ക്കാണ് ഗൈസ് പോകണം. അവിടെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകണം. നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാത്തതിൻ്റെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഇപ്പോൾ സമയം 8:30ആണ്. ഞങ്ങളിപ്പോൾ നേരത്തെ പോകാൻ നിൽക്കണം. നേരത്തെ പോകണ്ടേ? എത്ര മണിയാകുമ്പോൾ തുടങ്ങുന്നത്? ഇല്ല, കുറച്ച് നേരത്തെ പോകണം നമുക്ക്. ഞങ്ങളെ കാറ് കുട്ടാനോ വെച്ച് വന്നപ്പോഴത്തേന് ചളിയൊക്കെ ആയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കണേ. ഇനിയിപ്പോൾ ഞങ്ങളെ പോക്കും കൂടി പോയി വന്നാൽ കേൾക്കേണ്ടി വരും. ഇവിടുത്തെ ലൈറ്റ് പിന്നെ പോയിരുന്നു. അത് പിന്നെയും മറ്റേ സ്വിച്ച് തന്നാൽ തുറക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഫിക്സ് ചെയ്തില്ല, അത് ചെയ്തു. ഇവിടുത്തെ പിന്നെ കുഴപ്പമില്ല. വെച്ച് വരുമ്പോൾ ഈ ലൈറ്റ് മാത്രം കത്തണുള്ളൂ. പിന്നെ ഇവിടെ ഇത് മാത്രം. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കേൾക്കണേ ഗൈസ്. പിന്നെ കിങ്ങിയ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പം ഗൈസ്, ഇനി ഞാൻ ചായ കുടിക്കുകയാണ്. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്, ഗുളികയും കുടിക്കണം ചായ കുടിച്ച് കഴിഞ്ഞിട്ട്. എനിക്ക് പനിയാണ് ഗൈസ്, ചെറിയ പനിയുള്ളൂ കേട്ടോ. ഷിതുക്ക് നല്ല പനിയുണ്ട് കേട്ടോ. അത് ഓൻ പോരുന്നു കേട്ടോ ടൂറിന്. ഓൻ്റെ താത്തൊരു ക്യാമറമാനാണ് കേട്ടോ പോരുന്നത്. 2 ക്യാമറമാനും എൻ്റെ അമ്മയും എൻ്റെ അപ്പയും പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ മമ്മി, ഇവരൊക്കെയാണ് പോകുന്നത്. ഷിതുക്ക് നല്ല പനിയാണ്, അതുകൊണ്ട് ഓൻ കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കുക. എന്താണ് കടി പറഞ്ഞുതരാം. ചായക്കടിക്കുള്ളത് പുട്ടും കടലക്കറിയും പിന്നെ പപ്പടമാണ്. വലിയ പപ്പടമാണ് കേട്ടോ, വലുതാ. പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ. ഞാൻ TV കണ്ടാണ് ചായ കുടിക്കുന്നത്. നോക്കാം. കഴിച്ചു. ചൂട് ഇത്തിരി പുട്ടെടുക്കാം. ഓക്കെ. ഈ പപ്പടം ആ ചാറിന് നല്ല പോലെ മിക്സ് ചെയ്യും. കഴിച്ചിട്ടേ. അപ്പോൾ ഗൈസ്, ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അയ്യോ, ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാട്ടിത്തരാം. എൻ്റെ അടുത്ത് ചെറുതുണ്ട്, ഓൺ നേരത്തെ പോയി ഗൈസ്. ഇന്ന് വേറൊരു കാര്യം കൂടി പെരുന്നാൾക്ക് ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. കേക്കൊക്കെ മുറിച്ച് അതൊക്കെ വീഡിയോ എടുത്തു, പക്ഷെ അതൊക്കെ പോയി. ഇതും വെച്ച് തന്നാണ് കേട്ടോ പെരുന്നാളിനെ. ഇത് താത്താരുന്ന ക്യാമറമാൻ്റെ, ഇത് ഞാൻ വാങ്ങിയതാണ്. അയ്യോ, ഇതും താത്താര് വാങ്ങിയതാണ്. പിന്നെ കുറേ കളർ കൊടുക്കാനുള്ള സാധനങ്ങൾ താത്താര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി മാലയും മോതിരവും പിന്നെ അങ്ങനെ ക്ലിപ്പ്, ഇവിടെ കുത്തണ ക്ലിപ്പൊക്കെ വാങ്ങി തന്നു. അതൊക്കെ നല്ല രസമാണ്. പിന്നെ എൻ്റെ മൂത്തമ്മക്ക് എന്ത് ചെയ്യുന്നു, കുറേ നല്ല ക്യൂട്ടായ മുടിമുത്തിയാളും വാങ്ങി തന്നു. പിന്നെ യൂണിക്കോണിൻ്റെ ഒരു പെണ്ണിനെ ഞാൻ കാട്ടിത്തരാം. അവൻ വാങ്ങി തന്നു. കാട്ടിത്തരാം. യൂണിക്കോണിൻ്റെ ഒരു പെണ്ണ് ഇതാണ് കാട്ടിത്തരാം. ഇതാണ്
യൂണിക്കോണിൻ്റെ ഒരു പെന്ന്. പിന്നെ ഈ ഒരു ഡബ്ബറും ഈ ഒരു കൂർമ്പി കട്ടറും എത്തുന്നു. ക്യാമറമാൻമാർക്കും പിന്നെ ഇതും ഈ ഒരു ഫുൾ സെറ്റ് എത്തത്. ഇത് ഞാൻ കുറേ വരച്ചു കേട്ടോ. ഒന്ന് ഇത് വരച്ചു. പിന്നെ ഒരു വേറൊരു സാധനം കൂടി വേഗം തന്നിട്ടുണ്ട്. കവായി സ്റ്റിക്കർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കവായി സ്റ്റിക്കർ കുറേ വേഗം തന്നു. കവായി സ്റ്റിക്കർ പിന്നെ ഇത് വരച്ചു, ഇത് വരച്ചു, ഇത് വരച്ചു. ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിൽ വരച്ചു. പിന്നെ എൻ്റെ അമ്മമ്മ വേഗം തന്ന് ഞാൻ കാട്ടിത്തരാം. ഇത് രണ്ടും അമ്മ വേഗം തന്നതാണ്. പിന്നെ ഇതും അമ്മ വേഗം തന്നതാണ്. പിന്നെ മൂത്തമ്മ വേഗം തന്ന ഒരു കാര്യം കൂടി ഉണ്ട്. 2 പെൻസിൽ വേഗം തന്നു. ഇന്നെല്ലാം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കിട്ടിയത്. ഭയങ്കര ക്യൂട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. ഓൾക്ക് ലഡു തന്നു. കൈക്ക് ഇഷ്ടമാണ്. പിന്നെ കാട്ടിത്തരാം. ഞാൻ പറഞ്ഞത് ഇത് രണ്ടോടെ വെച്ച് തന്നില്ലേ, ഈ രണ്ടും. പിന്നെ ഇതൊക്കെയാണ് മൂത്തമ്മ തന്ന ഇതാണ്. വെച്ചിൻ്റെ വക കേക്കാണ്. പിന്നെ മെച്ച് വാങ്ങിയത് ഈ ഒരു മോതിരം, അതും. ഇത് താത്താര് വേഗം തന്നത്. കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ പോവാനായി എല്ലാവരും മാറ്റിയിട്ടാ. പുതിയ ഷാളോടെ എൻ്റെ പുതിയ ഷാള്. പുതിയ ഷാളോടെ കിട്ടി. വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കളറാണ് കേട്ടോ എൻ്റെ ഷാള്. അപ്പോൾ ഗൈസ് എല്ലാവരും മറ്റൊരു കഴിഞ്ഞ് സെറ്റായി. ഇനി നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഈ മുടി കൂട്ടിക്കെട്ടണം. താത്താൻ്റെ ക്രഞ്ചീസ്. എൻ്റെ ക്രഞ്ചീസ് ഞാൻ കൈമട്ടിക്കണം. അവിടെ പണിയാണ് ഗൈസ്. ആരാ ഇത്? ഒരു ക്യാമറമാൻ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. വരുന്നേ ഞാൻ മുഖം കാണിച്ചിടി. ഇതാ ക്യാമറമാൻ്റെ ഇപ്പാണ് ഗൈസ് പണി എടുക്കണത്. 100 എടുത്തുക്കണം. കുറേ ഇതുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ ക്രഞ്ചീസ് ഇതാ കയ്യുമൊന്നും ഒരുക്കാണ്ട് നല്ല ഐലൈനർ എഴുതണ തിരക്കിലാണ് ഗൈസ്. മറ്റാൾ മുടി കെട്ടണ തിരക്കിലാ. എല്ലാം തിരക്കിൻ്റെ എല്ലാം കഴിഞ്ഞ ടവല് തപ്പണം കേട്ടോ. ഞങ്ങൾ പുതിയത് ലുലുന്ന് ഞങ്ങൾക്ക് ടവല് കിട്ടിയിരുന്നു. പക്ഷേ കിസ്വിൻ്റെ തീ കെട്ടിക്കണത് ആണേ. ഈ അൽമാറി ഫുള്ള് ഡ്രസ്സാണ് ഗൈസ്. ഇവിടെ ഒരു ഡ്രസ് കടയാണ്. മോൾട്ടിയ എല്ലാരും മറ്റും കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. മോൾട്ടിയ മോൾട്ടിയുടെ മോൾട്ടിനെ കാണാം. അപ്പോഴാണ് ഇനി അവിടെ പോയി കിടക്കുക. എന്നിട്ട് പാടി. മോളൂസിന് ഫുഡ് കൊടുക്കണേ ഉച്ചക്ക്. ഇതിൽ കുട്ടിൻ്റെ സാധനമാണ്. ഒരു മറ്റൊക്കെ കുട്ടീൻ്റെ വേറെ ഞാൻ ചെരുപ്പ് എടുത്തുക്കണേ.
എടി ആരും കൊണ്ടാവൂലാന്ന് നമ്മളെ കൊണ്ടാണ് കൊണ്ടാവൂലാന്ന് നമ്മളെ നാലാളെയും കൊണ്ടുപോകില്ലല്ലോ ഓരോ മാത്രം കൊണ്ടുപോകില്ലല്ലോ മലമ്പൊയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകില്ലല്ലോ കഴിച്ചു അപ്പൊ കഴിച്ച് നമ്മള് ഇന്ത്യനൂർ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മള് വണ്ടി ടയർ ചെക്ക് ചെയ്യാൻ വന്നാണ് കേട്ടോ അപ്പൊ കഴിച്ച് നമ്മൾ എണ്ണ അടിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ ഡബ്ബർ കാർഡാണ് കേട്ടോ ഡബ്ബറിനോട് അങ്ങനെ കാടുണ്ടാവും അപ്പൊ ഗൈസ് നമ്മള് ബ്ലോക്കിൽ പെട്ടിരിക്കാണ് കേട്ടോ നല്ല മുടിഞ്ഞ ബ്ലോക്കാ ഗൈസ് ഇപ്പൊ കൊറച്ചൊക്കെ പോയല് തുടങ്ങിട്ടാ ഗൈസ് ഇപ്പൊ അതൊക്കെയാണ് ബ്ലോക്കൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ചേരം അവിടെ നിന്നു ഇപ്പൊ അതൊക്കെയാണ് പെരിന്തൽമണ്ണയാണ് എത്തിയിട്ട് ഞങ്ങള് വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാ ഗൈസ് ഞങ്ങൾ ടോയ്ലറ്റിൽ കയറിയിരുന്നതാ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ അവിടെ ഇരിക്കണം മറ്റേ പിങ്ക് കളറുള്ള വെള്ളം അല്ല ഗൈസ് നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോട്ടൽ ഇതാണ് നല്ല സ്പേസ് ഉള്ള ഹോട്ടലാണ് കേട്ടോ അപ്പൊ ഗൈസ് പാത്രം ഞാൻ പൊറോട്ട ഉണ്ട് പൊറോട്ടയും ചിക്കൻ കറി ഇവര് പിന്നെ ദോശയുടെ ദോശയും പച്ചക്കറി കറി ഇപ്പച്ചും പിന്നെ ക്യാമറമാൻസും ഇത് ബിരിയാണി ഞാനും വെച്ചും പൊറോട്ട ഇത് പൊറോട്ട ഇത്തിരി പൊറോട്ട പൊറോട്ട അതിക്ക് ചിക്കൻ വെക്കുക അപ്പോൾ ഗൈസ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ചോറൊക്കെ വെച്ചതൊക്കെയാണ് പിന്നെയും നമ്മുടെ യാത്ര റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു കാടാണ് ഇവിടെയും ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്
രസമുള്ള സ്ഥലം. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല രസമുള്ള റോഡൊക്കെയാണ്. നല്ല സുഖമായിട്ട് പോകാൻ പറ്റണ വലിയ റോഡാണ്. ഇത്ര കെട്ടി പറഞ്ഞു പറഞ്ഞില്ലാണ് റോഡ് പണിയായിട്ടാണ് ഇപ്പൊ അത് ഇത്ര ഗതികേടായത്. അതിന് ഞാൻ നേരിട്ടാണ് പോയാൽ മതിയായിരുന്നു. മഴക്കാലം പോയി വെയിലായില്ല. ഇവിടെ നിന്ന് ആ മഴക്കാറ് അവിടെ കാണുന്നത്. ഇവിടെ നിറച്ച് പോയി ഒരു പാറ. നല്ല സുഖം സൈഡിൽ വെക്കാം, ഒരു സൈഡിൽ വെക്കാം. ഈ മഞ്ഞ തട്ടണം പാലം കിട്ടും. ബോർഡുണ്ടാവുമല്ലോ അവിടെ. ഗൈസ്, നമ്മള് പുഞ്ചപ്പാടം എന്നുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. അതാണ് ഗൈസ് നമ്മളിപ്പ കണ്ടത്. ഗൈസ്, നമ്മള് മലമ്പുഴയിൽ എത്താനായിക്കണ കേട്ടാ. മലമ്പുഴല്ല, മലമ്പുഴയിൽ എത്തായിക്കണ. ട്രാഫിക് സർക്കിളിലെ രണ്ടാമത്തെ എക്സിറ്റ് എടുക്കുക. ശരിക്കും പോലത്തെ ട്രെയിനിന് മേലെ കെറ്റിച്ചില്ലേ. അപ്പൊ ട്രെയിനിൽ പോകണം. അങ്ങനെ എന്തോ കേരള
അതാ മല മെച്ചിന്റെ മല അതെടുക്കണേ. സ്കൂളതാ പാർക്കല്ല പാർക്ക് എപ്പോഴാ കയറല്? ഇവിടെ എന്താ ഉള്ളത്? ഒപ്പം കയറാൻ പാടുണ്ടാവില്ല, അവിടെ ഗേറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് അവിടെ തന്നെയാണ്. നമ്മള് മലമ്പുഴ പാർക്ക്. ഐ ലവ് മലമ്പുഴ. മലേനുള്ളൂ അതെല്ലാം മലമ്പുഴ. മല ഉണ്ടായതുകൊണ്ടല്ലോ അതുകൊണ്ടാണ് പാലക്കാട്. ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. കാറ് പാർക്കിംഗ് ചെയ്യണേ. ഇവിടെ ഭയങ്കര കാറ്റാണ്. ചാണകം. ഗൈസ് ഭയങ്കര കാറ്റാണ് കേട്ടോ. അവിടെ അതൊക്കെ ആ മറ്റേ സംഭവം മല എടിക്കൊടി. ഗൈസ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ഇങ്ങനെ ഫാമിലി കണ്ട് ടൂർ വന്നവരോട്ടോ. ബസ്സിലും മറ്റേതിലും അങ്ങനെ പെരുന്നാളായിട്ട്. ഗൈസ് ഞങ്ങൾ ഇതൊക്കെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. ബാഗ് 99 റുപ്യ. ഭയങ്കര വിലക്കുറവാണ്. വിലക്കുറവുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കണേ. എന്താ നായ ടിക്കറ്റ്. ഞങ്ങൾ ഗൈസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപ. മുതിർന്നവർക്ക് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപ. സ്റ്റിൽ ക്യാമറ 100, വീഡിയോ ക്യാമറ 1000. പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ടിക്കറ്റ് ലഭിക്കുന്ന സമയം രാവിലെ 8 മണി മുതൽ 7 മുതൽ രാത്രി. നല്ല രസമായി. നല്ല രസമുണ്ടാവും. ഗൈസ് ആ കൊട്ടി കയറണ ഒരു കൊട്ടുണ്ട് ഗൈസ്. മോളിൽ നിന്ന് അങ്ങനെ പോണത്. ആ കൊട്ടി കയറണ പറ്റെങ്കിൽ ഇവിടെ ഡ്രെയിൻ പാളം പോലെ. തോണി അതൊക്കെയാണ് ഗൈസ്. ഗൈസ് അതൊക്കെയാണ് ആതിരപ്പള്ളി. ഈ ക്യാമറമാനും പിന്നെ മമ്മിയും ക്യാമറമാൻ്റെ അമ്മയും അനിയനൊക്കെ ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു ദിവസം മഴ പെയ്തപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഗൈസ് കയറിയിരുന്നേന്. അന്ന് പെരും മഴയായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഹായ് ഭയങ്കര രസമുണ്ട്. ഹായ് അവിടേക്ക് ഞാനും കൂടി ഉണ്ട്. ഹായ് അവിടേക്ക്
ആക്സിലേറ്ററും സ്റ്റെയറിങ്ങും ഒക്കെ ഉണ്ട്. അയ്യാ ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ കൊട്ടനെ കാണിത്തരാം. ആ കൊട്ടയാണ് ഗൈസ്, ആ കൊട്ട അതിൽക്കൂടി പോകാൻ പറ്റും. ഇവിടെ പാർക്കാണ് ഗൈസ്. ട്രെയിൻ അതാ. ഇത് കുറേ വലിയൊരു പാർക്കാണ്. അത് ചെറിയവർക്കുള്ളത് അവിടെ. ഇത് കുറച്ചൊക്കെ ഒരു വലിയ കുട്ടികൾക്ക് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ആ ട്രെയിന് ഈ ഒരു പാളത്തിൽ കൂടി കുറച്ചൊക്കെ ഒറിജിനലായി കൊടുക്കണം. ഓ ഭയങ്കര കാറ്റ്. അവിടെ നല്ല രസമുള്ളത് ഗൈസ്, മരങ്ങൾ. ഇവിടെ ഇരിക്കാം ഗൈസ്. ഹായ്, ഇവിടെ ഇരിക്കാം. നല്ല രസമുണ്ട്. ഇത് ഗൈസ് അവിടെ തൊള്ള തുറന്നു കണ്ടൊരു മീൻ ഗൈസ്. ഇതെന്തുവായിരിക്കും ഇതൊക്കെ? ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ കൊട്ടയാണ് പറഞ്ഞത്. ആ കൊട്ടിയേരാ കുറ്റുവെങ്കില്ല ടോയ്ലറ്റാണ് ഗൈസ്. ഓക്കെ, ഭയങ്കര രസമുണ്ട്. ഫോട്ടോ കൊട്ടി കയറണമെങ്കിൽ ഒരാൾക്ക് 75 രൂപയാണ് ഗൈസ്. ഞങ്ങൾ കയറിയുണ്ട്. ഇതെന്താ ഇത് മോൾക്ക് അങ്ങനെ പോയി കണ്ടോ ഒപ്പാണ് താഴത്തേക്കാണ് വരില്ല. ആ ഒരു സംഭവം ഇത്. ഓക്കെ, പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കണേ. ഭയങ്കര രസമുണ്ട്. ഭയങ്കര തണലാണ് കേട്ടോ ഇവിടെ. ഗൈസ് ഡാം, മലമ്പുഴ ഡാം. ഗൈസ് ഡാം, അതിൽ കയറാൻ നമുക്ക്. വാ, അങ്ങനെ നടന്നു പോകാൻ പറ്റും ഗൈസ്. ഞങ്ങൾ ആദ്യം ഡാം ഒന്നായിരിക്കുമ്പോൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. ഒരു ഹൈക്ക് പോയൊക്കെ ഗൈസ്. ഡാമിൻ്റെ മുകളിൽ പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. എന്നാലും നമ്മൾ പോകും. ഞങ്ങൾ ഇതിൽ കയറുകയാണ് ഗൈസ്. ഇതിലാണ് കയറുന്നത്. അവിടുന്ന് അങ്ങനെ കയറി പോകണം. അതിൽക്കൂടി അങ്ങനെ കയറി പോകണം. അവിടെ വരെ ഇല്ലേ? അവിടെ വരെയാണ് ഗൈസ്. അതന്നെ ശരിക്കും പറഞ്ഞടി. കടുവനവിടെ കൂട്ടിലായിക്കണേ. പക്ഷെ ശരിക്കും പോലത്തല്ല, അത് വേറെ കാര്യം. കടുവയും കടുവൻ്റെ കുട്ടി അങ്ങനെ ഒരു ഇതിൽ അവർ ചെയ്തത്. ശരിക്കും പോലത്തെ കടുവല്ല. ഞാൻ തുറന്നു വിടുമ്പോൾ സൂന്ന് പറഞ്ഞ വെള്ളം വരും. കടുവ ഗൈസ്. എൻ്റെ കൈക്ക് ഈ ക്യാമറ എടുക്കണ മൊബൈൽ ഈ മൊബൈലുണ്ട് ഗൈസ്. എന്തിനാന്ന് വെച്ചാൽ ഇതിന് റബ്ബിസലാ ഇത് കയറി പോകണം. എന്തിനാ വെച്ചാൽ ഒന്നും എനിക്ക് ഫോട്ടോ എടുക്കാത്തില്ലേ, ഇതിൽ വീഡിയോ എടുക്കാൻ ഇങ്ങനെ കയറി പോകാൻ. ഹായ്, ഇതിൽ കൂടി പറ്റുമോ? ഇതിൽ കൂടി പറ്റുമോ? ഹായ്, കാറ്റി പോകും. ഞാൻ വേഗം പോട്ടെ. അയ്യാ
മല ഗൈസ്. ഇവിടെ നിന്നൊക്കെ അങ്ങനെ കയറി പോണ്ടേ. ഇവിടെ ബുഷ് കൊണ്ട് വെട്ടിക്കാണ്ട് കുറേ സംഭവങ്ങൾ. ഇതാ കരടി അതൊക്കണേ. മനുഷ്യന്മാർ എന്തൊക്കെ ഉണ്ടായിരിക്കണേ. ഓരോരോ ക്രിയേറ്റിവിറ്റിയെ ഗൈസ്. ഇവിടെ ഒരു കുറ്റിക്കാട് പോലെയാണ് കേട്ടോ. ഭയങ്കര കാടാ. ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ മുകൾക്കാണ് കേട്ടോ പോണത്. ആ ഡാം കാണാൻ. ഇംഗ്ലീഷിലോ തമിഴിലോ എഴുതിക്കണം. തെലുങ്കോ തമിഴേറ്റ. ഇതൊക്കെ ഒരു വാതില്. ആ ഡാമിന്റെ സാധനം തുറന്നിക്കണ അതല്ല ഡാമിന്റെ ഇതിൽ കൂടെ അങ്ങനെ കയറി പോണം. അവിടെ എന്താ തുറന്ന പറ്റില്ലല്ലോ. ഇതിങ്ങനെ കയറി പോണം. വെച്ച് പറയാം ആ ഓറഞ്ച് കൂടിയ എളുപ്പം ചോപ്പ് കുറച്ചും കൂടി കഠിനമാണെന്ന്. ഞാനും മിന്നോ ഇമ്മച്ചി ഇതിൽ കൂടി പോയപ്പോ അയ്യാ. അങ്ങനെ ഗൈസ് എത്തിയിട്ടുണ്ട്. ഹായ് ആ മലൊക്കെ എന്താ ഇത്? ഇതല്ല ഡാം. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ഇതുവഴി പ്രവേശനമുണ്ട്. പക്ഷേ കൂടി പ്രവേശനം നമ്മൾ നേരത്തെ നിന്നിരുന്ന പാർക്ക്. എന്റെ ഫോണ് തള്ളിയിടല്ല. ഇങ്ങോട്ടാണ് ഇറങ്ങിയെന്നറിയില്ല ചൂട്. ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു തണുപ്പ്. ഇവിടെയാണ് ഗൈസ് നല്ല തണുപ്പ്. പക്ഷേ ഞാനും ഉണ്ട്. ഇവിടെ അങ്ങനത്താണ് ഗൈസ്. ഇങ്ങനെ തുറന്നിട്ട് അതാണ്. ഈ കൈക്കൂടി പോകാൻ അത്രയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് വിട്ടുന്ന് കാണാം. അവിടെ ഫാൻ ഉണ്ട് ഗൈസ്. ഫാനല്ല മറ്റേ സാധനം. ഇത് കാറ്റിട്ടാനെ വെക്കണേ. മിന്നിയ ഈ ഫാൻ കാറ്റിട്ടാനെ വെക്കണേ. കാറ്റാടിയോ? ഇവിടെ ഫുള്ള് കാടാണ് ഗൈസ്. ഫുള്ള് മലക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ വിചാരിച്ചെന്താണെന്നറിയോ, മലമ്പുഴ തീരെ രസം ഉണ്ടാവില്ല എന്നാണ്. പൊളിയാണ് ഗൈസ് മലമ്പുഴ. ഇവിടെ ഇങ്ങനെ കുറെ ചെടികൾ ഇതാക്കിയാണ്ട് ഒരു കാടാ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഭയങ്കര രസം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെൽഫി എടുത്തോളൂ.
ഭയങ്കര കാറ്റ്. അതിന്റെ ചൂട് ഇപ്പൊ മാറിയില്ലേ? തൂക്കുപാലത്ത് പോവാ. അവിടെ മലയാണ് കേട്ടോ. ഫുള്ള് മലയാണ്. അതന്നെ മലമ്പുയ എന്ന് പേരും വന്നത്. മലയും പുഴയാണ് കേട്ടോ അവിടെ ഫുള്ളും. നമ്മളിപ്പോൾ വന്നൊരു അവിടെ എത്തി. ഞാനും പിച്ചും ഫോട്ടോ എടുക്കാൻ നന്നായി ബാക്കിലെത്തി. ഇവിടെ പേടിയാവണേ. എനിക്ക് പേടിയാ. ഇവിടെയാണ് കൈസ് പേടിയാവണേ ഇവിടെ കാണുമ്പോ. അങ്ങനെ പൊട്ടിയാലോ പേടിയാണ് കൈസ്. ഇതിന്റെ അടിയിൽ ഇതാണ്. അയ്യോ എല്ലാരും പോയി മണ്ടിക്കും ജീവൻ പോയി. പേടിച്ചു ഇതെന്ന് കാലം ഉണ്ടാക്കിയതാണോ? പക്ഷെ നല്ല ഇതിലാണ് ഉണ്ടാക്കിക്കണേ. അവിടെ ഉണ്ട്. നമ്മളെല്ലായിടത്തും കയറിക്കാണ്ട് എന്താ ഓ എന്താളേ ഞാൻ മുറുക്കി പിടിച്ചു. ആയിക്കൂടെ തുറന്നു ബോട്ടിങ് നമുക്ക് ബോട്ടിങ് ഉണ്ട്. ഇപ്പൊ ചെറുന്ന് സർവീസ് ഉണ്ടാവില്ല.